വക്കാലത്തി ഏൽപ്പിക്കുന്നതിൽ പറയുന്ന കിതാബ്. വക്കാലത്ത് വിക്കാലത്ത് രണ്ടും സ്വഹീഹ്. മസ്തർ അല്ലാത്, മസ്തർ തൗക്കീല, ഏൽപ്പിക്കൽ. മസ്തറിന്റെ മാനാക്കുള്ള ഒരു ഇസ്മാണ് വക്കാലത്ത്. ഫഅലത്ത് വസിന് മസ്തർ ഉണ്ടാവില്ല. മസ്തറിന്റെ മാനയിലുള്ള ഇസ്മാണത്, അധികാരപ്പെടുത്തൽ. അതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ സ്വന്തം ചെയ്യാൻ അധികാരമുള്ള ഏതെങ്കിലും ഒരു പണി മതപരമായി ഏൽപ്പിക്കാൻ പറ്റിയതാണെങ്കിൽ അർഹതപ്പെട്ട ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വന്തം ചെയ്യൽ ജായിസായ ജോലി അതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിലും ഇല്ലെങ്കിലും അവൻ ആജിസാകണോ ആജിസാകാണ്ടിക്കലിടെ നോക്കൂല. അവന് മുടക്കമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുണ്ടോ? സ്വന്തം ചെയ്താൽ സഹീഹാകും. സ്വന്തം ചെയ്താൽ സഹീഹാകുന്ന ഒരു പ്രവൃത്തി ഏൽപ്പിക്കാൻ പറ്റിയത് ആണെങ്കിൽ, സ്വന്തം മോന്റെ തന്നെ ചെയ്യേണ്ടതാണെങ്കിൽ പിന്നെ ഏൽപ്പിച്ചിട്ട് വരണ്ട. അർഹതപ്പെട്ട മറ്റൊരാളെ ഏൽപ്പിക്കൽ, അതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത്. സ്വന്തം ചെയ്യാൻ പറ്റിയതെന്ന് പറയാൻ കാരണം ഹജ്ജിന് ഇഹ്റാം കെട്ടിയ ആളാന്ന് വെച്ചോ, അവൻ പറയുന്നത് എൻ്റെ മകളെ കെട്ടിക്കണം. നിങ്ങൾ എന്നെ കെട്ടിച്ചാൽ സഹിയാവോ? എന്നിട്ട് വേണ്ടേ മറ്റൊരാളോട് പറയാൻ? സ്വന്തം ചെയ്താൽ ശരിയാകണ്ടേ? അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയുന്നു എൻ്റെ മകളെ നീ കെട്ടിക്ക്, വക്കാത്താവോ? എന്തേ? ഓനിക്കെന്നെ കെട്ടിക്കേണ്ട അധികാരം ഉണ്ടാ? അല്ല ഓർക്കെന്നെ? അവള് പ്രവേശിച്ചാൽ തന്നെ സ്വയ്യാകാത്ത അങ്ങനെ പിന്നെ മറ്റൊരാട്ടെ മേലെ പറയല്. പിന്നെ അർഹതപ്പെട്ട ആളെ ഏൽപ്പിക്കണം എന്ന് പറയാൻ കാരണം ഒരു പിതാവ് തന്നെ തന്റെ മകളെ കെട്ടിക്കാൻ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു പോലും. പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പെണ്ണിന് ചെയ്യാൻ കഴിയോ? പിന്നെന്താ? വിട്ടുകൊടുക്കൽ ജായിസായതേ വക്കാത്താക്കാവൂന്ന് പറയാൻ കാരണം ഒരു തന്നെ സ്വയം ചെയ്യേണ്ടുന്ന ഒരമലി, 5 നേരത്തെ നമസ്കാരം, അതവിടെ ഇരുന്നിട്ട് നീ നിസ്കരിച്ചേ മതിയാവോ? അല്ലെങ്കിൽ അവന്റെ ഭാര്യന്റെ അടുത്ത് പോകണപ്പോ അത് ഞാൻ ഇന്ന് പോകുന്നില്ല, നിങ്ങൾ പോയാൽ മതി, പറ്റോ? ഇല്ല. ഇതാണ് വക്കാലത്തിന്റെ വിരല്. മനസ്സിലാക്ക്, ഒന്നുമില്ല ഇതൊന്നും. പറഞ്ഞു മനസ്സിലായിക്കോ. കിതാബുൽ വക്കാലത്തി, അധികാരപ്പെടുത്തുന്നതിൽ പറയുന്ന കിതാബ്. ഏറ്റവും മികച്ചത് ഫത്ഹുൽ വാവ്, അതുകൊണ്ടാണ് മുന്തിക്കുന്നത്. ഓ അക്കാലത്ത് വേണമെങ്കിൽ ഇക്കാലത്ത് എന്ന് പറഞ്ഞിട്ടേ. ഭാഷാർത്ഥത്തിൽ വിട്ടുകൊടുക്കുക. അതുപോലെ മുറാഅത്ത്, ത്വലബുൽ മുറാഅത്ത്, മുറാഅത്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് വക്കീലാണ്. മുവക്കിൽ ചെയ്യുന്ന പണിയാണ് അമ്മ പറയുന്നത്. അപ്പൊ മുറാഅത്ത് എന്ന് പറഞ്ഞ ത്വലബുൽ മുറാഅത്ത്. ഹിഫ്ള്, ത്വലബുൽ ഹിഫ്ള്, ഹിഫ്ള് ചെയ്യേണ്ടതാണ് വക്കീലാണ്. അപ്പൊ മുവക്കിലിന്റെ പണിയല്ല ഇപ്പം പറയുന്നത്. അപ്പൊ ത്വലബുൽ ഹിഫ്ള് ശരിയായില്ലേ? ഇസ്തിലാഹ് പരമായിട്ട് എന്താണ് ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ? ഫുഖഹായിന്റെ ഭാഷ ഇസ്തിലാഹ്. ശറഅ എന്ന് പറയുമ്പോ അത് വ്യത്യാസമുണ്ട്. ശറഅ ഞാൻ കണക്കെടുപ്പാക്കി അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ വന്നത് ശറഅ. ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ ഫുഖഹാ സംഘടിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ഇസ്തിലാഹിനേക്കാണ് കടുകടുപ്പ ഏത്? ചില സ്ഥലത്ത് ശറഅന്ന് കൊടുക്കും, അത് വേണ്ടുന്നത് അങ്ങനെ ഉണ്ടാവും. ഇസ്ലാം മതത്തിൽ എന്താണ് ശറഅ എന്ന് പറയുമ്പോ അപ്പൊ ശാരീങ്ങൾ തന്നെ അത് പറയാൻ ചെയ്യണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫുഖഹാ സംഘടിച്ചിട്ട് ഉണ്ടാക്കിയ തഹരീഫ്. തഫ്വീദ് ശഖ്സി, ഫായിലിലേക്കുള്ള ഫത്താണ്, മഫ്ഊലിലേക്കല്ല. തഫ്വീദ് ശഖ്സി, ഒരു മനുഷ്യൻ ഏൽപ്പിക്കുക
ആണും പെണ്ണും പെട്ട് ഷഖ്സ് എന്ന് പറഞ്ഞേ തഫ്വീദു ഷഖ്സിൻ ഫായിലേക്ക് ഇളാഫത്ത്. ഒരു മനുഷ്യൻ ഏൽപ്പിക്കുക ലിഗൈരിഹി ഇലാ ഗൈരിഹി. ഇല എന്ന് പറഞ്ഞത് മിക്കവാറും കാണൂല. ഇനി വളരെ ഷോർട്ട് ഫോം ലേറ്റസ്റ്റ് ലാം ലി ഗൈരിഹി മറ്റൊരാൾക്ക് എന്താ വിട്ടുകൊടുക്കല്? മാ മാ യഫ്അലുഹു യഫ്അലുഹു. ആ ഒരുത്തൻ ചെയ്യും ഹു ഈ കാര്യത്തെ ഇമായെ അൽഹു ആർക്ക് വേണ്ടിയിട്ട്? ഈ ഏൽപ്പിച്ച ശക്തിന് വേണ്ടിയിട്ട്. എപ്പോ? ഫീ ഹയാത്തി മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള ഉപദേശമാണ് വക്കാലത്ത്. ഫീ ഹയാത്തി എന്ന കയ്യിൽ കൊടുത്തത് വസിയത്ത് വർദ്ദുവാനാണ്. എന്റെ മരണശേഷം ചെയ്യണം എന്ന് പറഞ്ഞ വസിയത്തായി ചിന്തിക്ക്. പക്ഷെ മിമ്മായ അക്ബലുൻ നിയാബത്ത വിട്ടുകൊടുക്കാൻ പറ്റിയതാണെങ്കിൽ മാത്രം. മിമ്മായ അക്ബലുൻ നിയാബത്ത എന്നൊരു സംശയം. നിയാബത്ത് എന്ന് പറഞ്ഞാൽ വക്കാലത്ത്, വക്കാലത്ത് എന്ന് പറഞ്ഞാലോ നിയാബ്. തൈരീഫ് തന്നെ പിടിച്ചില്ലേ? അപ്പൊ ദൗറ് വരൂലേ? ദൗറ് വരൂലേ? ഇല്ല, ദൗറ് വരൂല. മിമ്മായ അക്ബലുൻ നിയാബത്ത ഐ ശർഅൻ, മതപരമായി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കൽ ജായിസായത്. തൈരീഫിലേക്കൊന്നും കടക്കണ്ടില്ല. ഇബാദത്ത് അല്ലാത്തത് വിട്ടുകൊടുക്കാൻ പറ്റാതെ സെൽഫായിട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ, അതല്ലാത്തത് എന്നേ പറയട്ടുള്ളൂ. അപ്പൊ ദൂരുണ്ടാ? ഇല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ തൈരീഫ് പറഞ്ഞിട്ട് ആ തൈരീഫിൽ തന്നെ ഇത് ഈ വാചകം ഉൾക്കൊണ്ടാ പിന്നെ ദൗറാവും. കോഴി വേണമെങ്കിൽ മുട്ട വേണ്ടേ? മുട്ട വേണ്ടിക്കലോ കോഴി വേണം. ആ കോഴിക്കോ മുട്ട വേണം. അപ്പൊ ദൗറായി. ഇതുപോലെ ദൗറ് ഇല്ലാതെ കഴിച്ചലാക്കണം എന്നാ പറയുന്നത്. വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിയാബത്തിന് പറ്റുന്ന കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക. നിയാബത്ത് എന്ന് പറഞ്ഞാൽ എന്തേ? വക്കാലത്ത്. ദൗറായില്ലേ? ദൗറ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഐ ശർഅൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? ശർഅൻ എന്ന് പറഞ്ഞാൽ യഖ്ബലു നിയാബത മിൻ ഹൈസു ശർഉ. ഇസ്ലാം മതത്തിൽ നിയാബത്തിന് കൊള്ളുന്നത് സ്വന്തം തന്നെ ചെയ്തു തീർക്കണം എന്നില്ലാത്തത്. കേട്ടാ? ഇത് അത്തഖ്ദീറു ഹീനൈദിൻ മിമ്മാ ലൈസ ബിഇബാദത്തിൻ മനാഫി. ഫലാ ദൗറ കഴിഞ്ഞിട്ടാണ് ഇത് അത്തഖ്ദീറു ഹീനൈദിൻ മിമ്മാ ലൈസ ബിഇബാദത്തിൻ മനാഫി പറയാൻ നല്ലത്. ഐ ശർഅൻ എന്ന് പറയലോടുകൂടി ഫലാ ദൗറ എന്തില്ല? ദൗറില്ല. ദൗറ് വരുന്ന കൈഫിയത്ത് മനസ്സിലായില്ലേ? മൽ വക്കാലത്തു അൽ വക്കാലത്തു നിയാബത്തു ആഖറ, വേറൊരാളെ നിയാബത്താക്കൽ. അപ്പോ ഇതേ കലിമത്ത് തന്നെ അതിലും വന്ന് അപ്പൊ തിരിച്ചറിയൂല, ദൗറ് വരും. അതിന് ദൗറ് ഇല്ലാതെ രൂപത്തിലാക്കി എടുക്കരുത്. ചെറിയായിട്ട് നിയാബത്ത് വെച്ചുന്നത്, ചെറിയ നിയാബത്ത് വെച്ചുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്ക് അറിയുന്നതല്ലേ? എന്താ? ഇബാദത്ത് പോലാത്തത് അവരവർ തന്നെ ചെയ്ത് തീർക്കേണ്ടുന്ന വേണ്ടല്ല, അതല്ലാത്തത് മാത്രം ദൗറില്ലാതെ കഴിച്ചലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് എന്താ ദൗറില്ലാത്തത്? ഇത് അത്തഖ്ദീറു സങ്കല്പം ദീനൈദിൻ യഖ്ബലു നിയാബത ശർഅൻ എന്ന് പറയലോടുകൂടി സങ്കല്പം എന്തായി? മിമ്മാ ലൈസ ബിഇബാദത്തിൻ മനാഫി. സ്വയം ചെയ്തു തീർക്കേണ്ടുന്ന ഇബാദത്ത് പോലാത്തത് അല്ലാത്തത്. ദൗറുണ്ടാ? ഖിലാഫൻ ലിമൻ സഅമഹു, ഇനിയും ദൗറുണ്ട്, ദൗറായിട്ട് തന്നെ ഉണ്ട് എന്ന് വാദിച്ചവർക്കെതിരായിട്ട് ഇപ്പോഴും പറയുന്നു ഇനിയും ദൗറ് കാണുന്നുണ്ട്, ദൗറ് ഇപ്പോഴും ഉണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? ഇത് അത്തഖ്ദീറു ഹീനൈദിൻ ഫലാ ദൗറിന്റെ ശേഷാവട്ടത്. ഇത് അത്തഖ്ദീറു ഹീനൈദിൻ മിമ്മാ യഖ്ബലു നിയാബത ശർഅൻ എന്ന് പറയലോടുകൂടി നമ്മുടെ മയന എന്തായി? മിമ്മാ ലൈസ ബിഇബാദത്തിൻ മനാഫി. ഇത് വക്കാലത്ത് നിന്ന് ചില്ലറല്ല. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഖിയാസ് കൊണ്ടും അറിയപ്പെട്ട അമലാണ് എന്നാണ് വക്കാലത്ത്. ഇജ്മാ കൊണ്ടും ഖുർആൻ, ഹദീസ്, ഖിയാസ്, ഇജ്മാ. ഇജ്മാ തെളിവുണ്ടെങ്കിൽ പിന്നെ ഇനിയൊന്നും തെളിവ് വേണ്ട. എല്ലാത്തിന്റെയും കോംപ്ലക്സ് ആണ് ഇജ്മാ. ഖുർആൻ, ഹദീസ് അതെല്ലാം നോക്കിയിട്ടാണല്ലോ ഇജ്മാ വരുന്നത്.
قبل الإجماع قوله تعالى فبعثوا حكما من أهله سورة النساء 35 ആണും പെണ്ണും കച്ച വിഷയമായ ചരിത്രം ഒന്നും തണ്ടു പോലും. ചക്കൻ പറയുന്നു ഈ പെണ്ണ് എനിക്ക് വേണ്ട, പെണ്ണ് പറയുന്നു ഈ വെമ്പാട്ടാന്ന്. രണ്ടാളും മുണ്ടലില്ല പോലും, ഒന്നും ബന്ധപ്പെടലൊന്നുമില്ല പോലും. ആ സംഭവം ഖുർആനിലുണ്ടല്ലോ നിസാ 35. ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി. വേഗത്തിൽ തലാഖ് കൊടുക്കലല്ല. സൂറത്തുൻ നിസാ 35. ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി ഹകമൻ മിൻ അഹ്ലിഹി. എന്താണ് ഒന്നും കിട്ടുന്നില്ലേ? ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا وإن خفتم നിങ്ങൾ പേടിച്ചാൽ ശിഖാഖ ബൈനിഹിമാ ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നേരെ പോകൂല എന്ന് കണ്ടാൽ ഫബഅസു ഹകമൻ, ഒരു വക്കീലിനെ അയക്കുക, മിൻ അഹ്ലി, അവന്റെ കെയർ ഓഫിൽ. അതെ, എടുത്തേക്ക് അങ്ങ് ചോദിക്കാന് എന്താന്ന് നമ്മളെ ചെക്കനിക്ക് ഇവിടെ വരാനെന്താ എന്നെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേതാവിനെ അയക്കണം പോലും. പിന്നെ എന്നിട്ട് ചർച്ച ചെയ്ത് അവർ യോജിപ്പിൽ തുടർന്ന് പോകാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വേണ്ടാന്നുണ്ടെങ്കിൽ തലാഖല്ല ചെല്ലിക്കോ. തലാഖ് ചെല്ലണോ വേണ്ടയോ എന്ന് പോകുമ്പോൾ തന്നെ അറിഞ്ഞു വെക്കണം. ഇത് നേരെ പോകില്ല എന്ന് കണ്ടാൽ തലാഖ് കൊടുത്തക്കട്ടെയോ. അതുപോലെ പൈസ തന്നാലേ തലാഖ് തരുള്ളൂ എങ്കിൽ പൈസക്ക് പകരം തലാഖ് ആക്കട്ടെയോ എന്ന് പെണ്ണിനോട് ചോദിക്കണം. ആ വരുന്നാൾ ഇത് നീണ്ടു പോകുമെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ ശരിയായ നേരം വെളുത്ത പോലെ ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ ആവൂല എന്ന് കണ്ടാൽ പിന്നെ അന്നേരം വിളിച്ചാലും കിട്ടൂല. അല്ലോ പിരിയണമെന്നാ പറയുന്നത്, എന്താക്കട്ടെ അന്നേരം ചോദിക്കാൻ കഴിയില്ല. അപ്പൊ ആദ്യമേ ചോദിച്ചു വെക്കണം. ഇത് നേരെ പോകില്ല എന്ന് കണ്ടാൽ തലാഖ് കൊടുക്കേണ്ടി വരും. അപ്പൊ തലാഖ് ചെല്ലാനും എന്നെ ഏൽപ്പിച്ചില്ലേ, ആ അധികാരത്തോടെ നോക്ക്. പെണ്ണു ഏൽപ്പിക്കാനുണ്ട്, ചിലപ്പോ അവൻ കളിപ്പിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹൈർ കൊടുത്തിട്ട് കുല്ല നടത്തിപ്പിക്കട്ടോ. എന്നാ ആ സംഖ്യ തരാൻ തയ്യാറല്ലേ? ആ സംഖ്യ എത്ര വേണ്ടി വരും? വേണ്ടി വന്നാ കൊടുത്തത്. ഇങ്ങനെ അയക്കണ്ടേ? ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അത് ഈ സംഭവം കേടുണ്ട്. ബിനാഅൻ അലൽ അസഹിൽ ആത്തി അന്നഹു, ഈ പോകുന്ന ഹകം ഓന് അന്തിമ തീരുമാനക്കാരനല്ല, വക്കീൽ മാത്രമാണ്. അടിച്ചേൽപ്പിക്കാനൊന്നും അവർക്ക് അധികാരമില്ല. ഈ പോകുന്ന ആളാൽ വക്കീലേ ആകുള്ളൂ, ഉണ്ടാവൂല. ഹാക്കിമായിട്ട് ഒരു വെത്ത് കയറാൻ പറ്റോ? ഞാൻ അങ്ങനെ വന്ന ആളാന്ന് അങ്ങനെ എത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഓർ പറയുന്ന വിധി അപ്പോഴേക്ക് എല്ലാവരും ഞെട്ടി സ്വീകരിച്ചോളാം. ഓൻ അഭ്യർത്ഥിക്കാനേ പറ്റൂ. അപ്പൊ ഇത് ഏത് കോലെടുത്തിട്ടാ സംസാരിക്കുന്നു? ബിനാൻ അലൽ അസഹിലാത്തി. ആ സംഭവങ്ങൾ മുഴുവൻ 7457 നിങ്ങൾക്ക് ഓതാനുണ്ട്. എത്ര? 7457 വല്ലസഹു അന്നഹുമ, ആ പോകുന്ന രണ്ടാളും വക്കീലാനി ഫഖത്ത്, വക്കീൽ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ വിധി അന്തിമമല്ല, അവർ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ. വഖാനി അന്നഹുമ ഹാക്കിമാനി ഫലാ യജൂസു ലഹുമാ മുഖാലഫത്തുഹുമാ. അപ്പോൾ അവർക്ക് ജായിസല്ല ഈ പറഞ്ഞാണോ ധിക്കാരം കാട്ടൽ. ഇത് ഈ വിധിച്ചത് വിധിയാണ് പോലും, അത് അസഹിന്റെ മാറ്റാണ്. 7457 നിങ്ങൾ ഓതാനുണ്ടത് 7457. അപ്പൊ ശരിയായില്ലേ? എന്താണ് പിന്നെ രണ്ടാമത്തത് ഹദീസ് കൊണ്ട് തെളിയിക്കട്ട. ഹദീസ് കൊണ്ടാണ്. എന്താണ്? 2 തൗക്കീൽ നടന്നിട്ടുണ്ട്. 2 തൗക്കീൽ നബിയുനാ റസൂലുള്ളാഹി ഏൽപ്പിച്ചില്ലേ? ആരെ? അംറ ബിന ഉമയ്യത്ത് ലംരിയ, ലംരിയായ അംറ ബിൻ ഉമയ്യത്തിനെ. ലംരി എന്ന് പറയാൻ കാരണം ലംറത്ത് ബിൻ ബക്കറിന്റെ സന്താന പരമ്പരയായതുകൊണ്ട്
മീമിന് സുക്കൂൻ ലബ്റത്ത് ബിൻ ബക്കർ ഓരോ പരമ്പരയിൽപ്പെട്ട അംർ ബിൻ ഉമയ്യത്തിനെ അധികാരപ്പെടുത്തി. ഫീ നിക്കാഹ് ഉമ്മി ഹബീബ, അവരെ കെട്ടിക്കാൻ വേണ്ടി. ഉമ്മു ഹബീബിനെ കെട്ടിക്കാൻ നബിയാ പോണ്ടത്. നബികൾക്ക് പോകാൻ ഒഴിവുണ്ടാ? വക്കാലത്താക്കൽ. ഈ വക്കാലത്താക്കിയ കാര്യം ഹാക്കിം ബൈഹഖി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജാഫർ ബിൻ മുഹമ്മദ് ബിൻ അലി എന്ന പുറത്തോട്ട് ഹാക്കിമിലുണ്ട്. ബൈഹഖി തന്റെ കബീറിൽ പറഞ്ഞു. അംർ ബിൻ ഉമയ്യത്ത് എന്ന അമരീനെ അധികാരപ്പെടുത്തിയ കഥ. വതൗകീലുഹു, എന്തിന്റെ മേലെ അത്ഫ്? ഖൗലുഹു തആല, എന്തിന്റെ മേലെ അത്ഫ്? ഖൗലുഹുവിന്റെ മേലെ. എന്ത് വരും? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ തൗകീലുമാണ് തെളിവ്. ആരെ? അംർ ബിൻ ഉമയ്യത്ത അൽ-ലംദിയ്യ. അംർ ബിൻ ഉമയ്യത്തിനെ ഏതംർ? ലംദിയ്യായ. എന്തിന്? ഫീ നിക്കാഹി ഉമ്മി ഹബീബ, ഫീ നിക്കാഹി ഉമ്മി ഹബീബ, ഉമ്മു ഹബീബന്റെ നിക്കാഹിൽ 7,254 ഉമ്മു ഹബീബയെ കല്യാണം കഴിച്ചു കൊടുത്തത് ആരാണ്? അംർ ബിൻ ഉമയ്യത്ത് എന്ന ആളാണ്. ആര് പറഞ്ഞിട്ട്? നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞിട്ട്. അപ്പൊ വക്കീലാരാ? വക്കീലാരാ? 7,254. മറ്റന്നാളെ തന്നെ വരും നിങ്ങളെ ഒത്തിരി. കണ്ടില്ലേ? ഹദീസ് 1. അബൂ റഫീനെ അധികാരപ്പെടുത്തിയ പോലും മൈമൂന ബീവിനെ കെട്ടിക്കാൻ നബി പറഞ്ഞിട്ട്. ഇബ്നു ഹിബ്ബാനിലുണ്ട്, മുവത്തയിലുണ്ട്, തിർമിദിയിലുണ്ട്, നസായിലുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്. ആരെ കെട്ടിക്കാൻ? മൈമൂന ബീവിനെ. ആരെയാണ് ചുമതലപ്പെടുത്തിയ? ചിന്തിക്കുന്നു. 7,258. ഇതാ മൈമൂന ബീവിയുടെ കല്യാണമാണ്. നബി തങ്ങൾ സ്ഥലത്തില്ല. ആര് വന്നിട്ടുണ്ട്? അബൂറാഫില്ലേ? പിന്നെ വേറെ ഒരു സംഭവം കേട്ട ഹദീസ് തന്നെ. ഉർവത്തൽ ബാരിഖിയ, ഉർവ എന്നവർ അധികാരപ്പെടുത്തി. ഫീ ശിറായി ശാത്തി, ഒരു ആട് വാങ്ങാൻ. നല്ല ആട് വേണം പോലെ, അസലാട്. അതിന്റെ നോട്ടക്കാരാരാ? അത് ഉർവ തന്നെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. അത് ഉർവ വാങ്ങിയാൽ തന്നെ ബാരിഖി അസലാട് വാങ്ങണം. എത്ര പൈസ? 1 ദീനാർ തന്നെ കൊടുക്കണമെന്നാ പറയും. 1 ദീനാർ വേണം. 4 ഗ്രാം പൊന്നി 1 ദീനാർ. നാട്ടിനായിക്കൊണ്ടാന്നില്ലേ? ബുഖാരിയിലുണ്ട്. നബിതങ്ങൾ അധികാരപ്പെടുത്തിയത് ആരെയാണ്? ഇനി നമ്മള് ഖിയാസാക്കിയത് ചിന്തിച്ചിട്ട് കണ്ടെത്തത്. വല്ലഹാജത്തു, അത്യാവശ്യം, മാസത്തുൻ നേരിട്ടിരിക്കുന്നു ഇതിലേക്ക്. വക്കാലത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ മുഴുവനും കഴിഞ്ഞു പോകുമായിരുന്നു. വക്കാലത്തുള്ളത് കൊണ്ട് അരട്ടമണിച്ച് നടക്കുന്നു. അല്ലെങ്കിൽ എന്താ ലൗലൽ വക്കാല ലഫസദ സമാൻ ഖരിബത്തിലർന്നു. വക്കാലത്തെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഭൂമി തന്നെ പിരിച്ചുവിടേണ്ടി വരും. ഒരാള് വക്കാലത്ത് അഭ്യർത്ഥിക്കുമ്പോ ഇന്നാവൂല, പിന്നെ നോക്കാം. ഇങ്ങനെ എന്നോട് പറയല്ല, അഷ്റഫിനോട് പറഞ്ഞു നോക്ക്. ഇങ്ങനെ വിചാരിക്കാൻ വേണ്ട. പറയുമ്പോഴൊക്കെ എന്നെ സ്വീകരിക്കണം. അവനെ സഹായിക്കലല്ലേ മുറാദ്. പിന്നെ വിണ്ടളിക്കല. ഒരാളൊരു വക്കാലത്ത് അഭ്യർത്ഥിച്ചാൽ, വക്കാലത്ത് അഭ്യർത്ഥിക്കൽ സുന്നത്തൊന്നുമില്ല, അതിന്റെ വിധിയല്ല, കബൂൽ ചെയ്യുന്നതിന്റെ വിധിയാണ്. ഒരാള് വലിയ ആവശ്യം കൊണ്ട് വന്ന് നിങ്ങൾ ജുമാക്ക് പോണം, പൂക്കോത്തേക്ക് ജുമാക്ക് പോണം, എനിക്ക് ഒഴിവില്ലായിട്ടാണ്, അല്ലെങ്കിൽ ഉപ്പാക്ക് ഒഴിവില്ലായിട്ടാ എന്ന് പറയുമ്പോഴേക്ക് ആവില്ല. നോക്കാൻ പറയാന്ന അനല റെഡി. അതാ പറഞ്ഞത് വക്കാലത്ത് ഖിയാമുബി മസ്ലഹത്തിൽ കൈരി, വേറൊരാളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ. അപ്പൊ വേണ്ടേ? അപ്പൊ എന്തായി? വല്ലസ്രിഫിയാന്നത് 3. വക്കാലത്ത് സ്വീകരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണ്? ചിലപ്പോ ഹറാമാകും. ഹറാമിന്റെ മേലെ സഹായിക്കൽ വരുന്നുണ്ടെങ്കിൽ എന്താകും? കറാത്തിന്റെ മേലെ സഹായിക്കുമ്പോ കബൂൽ ചെയ്യൽ എന്താകും?
ചിലപ്പോ ഏറ്റെടുത്താലേ കഴിയുള്ളൂ. എന്തോ ഒരാള് ICU ഉള്ളത് കഴിയുന്നില്ല പോലും, എന്തെങ്കിലും മുട്കൂസ് വാങ്ങിയിട്ട് വന്ന് പറഞ്ഞ് അന്ന് രാവിലെ എന്ന് പറയല. അപ്പൊ എന്താവും? നിർബന്ധമാകും. പിന്നെ കഴിയുന്നല്ലുണ്ട്, എന്നാലും ഇവനിക്ക് പിരിച്ചോ നിങ്ങൾ പോവാ, അങ്ങനെയാകുക. എന്നാലും ജായിസ് ഇബാഹത്താവും. വക്കീലിനും മുവക്കീലിനും ഒരു ആവശ്യം ഇല്ലാണ്ട് വെറുതെ വക്കാലത്താക്കുന്നു, പണിയില്ലാതാക്കി പണി കൊടുക്കുന്നത്. എന്നാലോ തിരിഞ്ഞില്ലേ? ഈജാബ് പറയുന്നതിന് മുമ്പാണ് ഈ നെതുവിന്റെ തെളിവ് കൊടുക്കേണ്ടത്. നെതുവിന്റെ തെളിവ് ഇനി അപ്പുറമുണ്ട്, പക്ഷെ ഈജാബ് ഇപ്പുറമിട്ട് കളഞ്ഞു. സ്ഥിതിക്ക് വായിക്കാം. ഈജാബ് എന്താണ്? വക്കാലത്ത് ഏൽപ്പിച്ചു കൊടുക്കലും എന്ന് തന്നെയാണ്, സുന്നത്താണ്. എപ്പോ ഇല്ലം ഇരുന്ന് ഈ നഫ്സി, സ്വന്തം ശരീരത്തിന്റെ അന്ന് മുറാദല്ലെങ്കിൽ, സ്വന്തം വിശ്രമിച്ചിട്ട് വേറൊരുത്തന്റെ പെരടിക്കിടലാണെങ്കിൽ ആ വക്കാലത്ത് സുന്നത്താവോ? ഇജാബാക്കി കൊടുക്കൽ ഇല്ല. അത് ഈജാബ് സുന്നത്താവാനുള്ള കാരണം ചിന്തിക്കുന്നു. ഏത് സമയത്ത് മാത്രം? ഇല്ലം നഫ്സി, സ്വന്തം റെസ്റ്റല്ല മുറാദെങ്കിൽ, സ്വന്തം റെസ്റ്റാ മുറാദെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കൽ സുന്നത്താ. ഇവനിക്ക് എങ്ങനെയെങ്കിലും പോകാണ്ട് കഴിച്ചലാക്കണം, അതിന് വേറൊരാളെ വേണ്ടിക്കിടുന്നു. അങ്ങനെ വേറൊരാളെ വേണ്ടിക്കിടൽ സുന്നത്താ. ഇനി അതെന്ത് തെളിവ്? ഈജാബ് സുന്നത്താകും. എന്തുകൊണ്ടാ സുന്നത്തായത്? കബൂല് സുന്നത്ത്. ഇവനിക്ക് കബൂലിന്റെ സുന്നത്ത് കിട്ടണ്ടേ? അത് കിട്ടണ്ടെങ്കിൽ ഇവൻ ഈജാബ് ആക്കി കൊടുക്കണ്ടേ? തൗക്കീൽ നടത്തണ്ടേ? തിരിഞ്ഞില്ലേ? ഇനി വരുന്നത് രണ്ടും കബൂല് മന്ദൂബാകാനുള്ള തെളിവാണ്. ഒരു ഖുർആനായത്തും ഒരു ഹദീസും. അത് ഈജാബുഹാന്റെ തെളിവല്ല. അക്കണക്കിന് ഈജാബ് കുറച്ച് അങ്ങോട്ടാക്കി ആ ഖുർആനും ഈ ഹദീസും ഇപ്പുറത്തേക്ക് വലിച്ചെങ്കിൽ നല്ല വോൾട്ടേജ് കിട്ടും. അത് നുദിബ കബൂലുഹാന്റെ തെളിവ്. അള്ളാഹുവിന്റെ കൗലിന് വേണ്ടിയും എന്താ അള്ളാഹു പറഞ്ഞത്? അതിനെന്താ കിട്ടുന്നത്? സഹായിക്കുക, അയാളെ തന്നെ ബുദ്ധിമുട്ടാക്കല്ല, നിങ്ങൾ ചെയ്ത് സഹായിക്കുക. കബൂല് വേണം എന്നല്ലേ? അല്ലെ? പിന്നെ ഇതും കബൂലിന് തെളിവാണ്. കബൂല് ബന്ധുവാണ്, നീ ഏൽപ്പിച്ചു കൊടുക്കുന്നല്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭ്യർത്ഥിക്കുമ്പോ അത് നിങ്ങൾ ഏറ്റെടുക്കണം, മുടക്കം പറയരുത്. കബൂല് വാക്ക് ഹദീസിലുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ ദാമൽ അബ്ദു ഫീ ഔനി അഖീഹി മാ കാനൽ അബ്ദു ഫീ ഔനി. അങ്ങനെയുണ്ട് മുവത്തയിൽ. അല്ലാഹു ആരുടെ സഹായത്തിലാണ്? എത്ര കാലം? മുസ്ലിമിനുണ്ടല്ലോ അബൂ ഹുറൈറ തൊട്ട് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ ദാമൽ അബ്ദു ഫീ ഔനി അഖീഹി മാ കാനൽ അബ്ദു. ഇതെന്തിന് തെളിവായി? രണ്ട് വലിയ വൈക്കും തൗക്കീൽ ശരിയാകാൻ വേണ്ടി വക്കാലത്തിന് വേണ്ടപ്പെട്ടത് എന്താണ്? 4 കാര്യമായി വേണ്ടത് മുവക്കിലാകും. തൊള്ളെടുത്ത് ഈ ചെക്കൻ വേണ്ടേ? ഓൻ തന്നെങ്കിലല്ലേ ഉള്ളൂ മുവക്കിൽ. പിന്നെ ഏറ്റെടുക്കാൻ ആൾ വേണ്ടേ? ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ ഇങ്ങനെ പോകാൻ പറ്റിട്ട് എന്ത് വേണ്ടി? ഏറ്റെടുക്കാൻ ആൾ വേണ്ടേ? വക്കീൽ. മുവക്കലും ഫീ. എന്തിനാണ് വക്കാലത്ത് എന്നില്ലേ? എന്താ ചെയ്യേണ്ടത്? അത് ശരിയായ എസ്റ്റിമേറ്റ് പ്ലാനും വേണ്ടേ? 3. പിന്നെ ചീക വേണോ? വെറുതെ തലയാട്ടിയാലും പറ്റൂല. നോക്കി വരാ. അതൊന്നും ശരിയായ രൂപത്തിൽ എന്ത് വേണം? ഞെളിഞ്ഞ് തെളിഞ്ഞ് പറയണ്ടേ? അപ്പൊ ചീക. അപ്പൊ 4 കാര്യങ്ങൾ. ഇനി 4 ഓരോന്നോരോന്ന് ബയാനാക്കിയാൽ നിങ്ങൾക്ക് പണിയില്ലേ? ഇപ്പോ ഇതാ പത്രം